ആംഗ്ലിക്കൻ സഭാധ്യക്ഷയും കാന്റർബറി ആർച്ച് ബിഷപ്പായും സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതയെ തിരഞ്ഞെടുത്തു. 63-കാരി സാറാ മല്ലലിയാണ് പുതിയ കാന്റർബറി ആർച്ച് ബിഷപ്പും ആംഗ്ലിക്കൻ സഭാധ്യക്ഷയുമായി നിയമിക്കപ്പെട്ടത്. 1534 സ്ഥാപിതമായ പ്രൊട്ടസ്റ്റന്റ് സഭയായ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് അഥവാ ആംഗ്ലിക്കൻ സഭയുടെ 500 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത സഭാധ്യക്ഷയാകുന്നത്. സാങ്കേതികമായി ഇംഗ്ലണ്ടിലെ രാജാവാണ് സഭയുടെ തലവൻ. എന്നാൽ കാന്റർബറി ആർച്ച് ബിഷപ്പിന്റെ ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് സഭയിലെ സീനിയർ ബിഷപ്പും ലോകമെമ്പാടുമുള്ള ആംഗ്ലിക്കൻ സഭയുടെ ആത്മീയ നേതാവും. കാന്റർബറി ആർച്ച് ബിഷപ്പായിരുന്ന ജസ്റ്റിൻ വെൽബി കഴിഞ്ഞ വർഷം സ്ഥാനമൊഴിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് 106-ാമത്തെ കാന്റർബറി ആർച്ച് ബിഷപ്പായി സാറാ മല്ലലിയുടെ നിയമനം. ഇംഗ്ലണ്ട് രാജാവ് ചാൾസ് മൂന്നാമനാണ് സാറായുടെ അംഗീകാരം നൽകിയത്. 2026 മാർച്ച് 25-ന് കാന്റർബറി കത്തീഡ്രലിലാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക. ആംഗ്ലിക്കൻ സഭയിലെ 3-ാമത്തെ പ്രധാന രൂപതയായ ലണ്ടനിൽ 2017 മുതൽ ബിഷപ്പായിരുന്നു സാറാ മല്ലലി. 2001-ൽ പുരോഹിതയായ സാറ 2015-ലാണ് ആംഗ്ലിക്കൻ സഭയിൽ വനിതാ ബിഷപ്പായി നിയമിതയായത്. 35 വർഷം ഇംഗ്ലണ്ടിലെ നാഷണൽ ഹെൽത്ത് സർവീസിൽ നഴ്സായി സേവനം ചെയ്ത സാറാ മല്ലലി 1999-ൽ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചീഫ് നഴ്സിംഗ് ഓഫീസറായി. നഴ്സിംഗ് രംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് 2005-ൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം സാറാ മല്ലലിയെ ഡാം കമാൻഡർ പദവി നൽകി ആദരിച്ചിട്ടുണ്ട്. വിവാഹിതയായ സാറായുടെ ഭർത്താവ് എമോൺ മല്ലലിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. ബ്രിട്ടീഷ് പാർലമെന്റിന്റെ ഉപരിസഭയായ ഹൌസ് ഓഫ് ലോർഡ്സിൽ കാന്റർബറി ആർച്ച് ബിഷപ്പ് അംഗമാണ്. യുകെയിലെ ക്രിസ്ത്യൻ യഹൂദ കൗൺസിലിന്റെ പ്രസിഡന്റ്, കാന്റർബറി ക്രൈസ്റ്റ് ചർച്ച് സർവകലാശാലയുടെ ചാൻസലർ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഗവർണർ, ട്രസ്റ്റി, വിസിറ്റർ എന്നീ പദവികളും വഹിക്കുന്നുണ്ട്. ലോകമെമ്പാടുമായി 8.5 കോടി വിശ്വാസികളും 42 രൂപതകളുമാണ് ആംഗ്ലിക്കൻ സഭയ്ക്കുള്ളത്. 1994-ലാണ് വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സഭയിൽ വനിതാ പൗരോഹിത്യം അനുവദിച്ചത്. 2014-ലാണ് വനിതാ ബിഷപ്പുമാരുടെ നിയമനം ആംഗ്ലിക്കൻ സഭ ആദ്യമായി അംഗീകരിച്ചത്. തുടർന്ന് 2015-ൽ ആദ്യമായി സ്റ്റോക്ക് പോർട്ടിലെ ബിഷപ്പായി 48-കാരി ലിബി ലൈനയെ നിയമിച്ചിരുന്നു. സഭയിൽ നിലവിൽ 12 വനിതാ ബിഷപ്പുമാരുണ്ട്. ആംഗ്ലിക്കൻ സഭാ പാരമ്പര്യമനുസരിച്ച് പുതിയ സഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതിന് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിക്ക് ഒരു പേര് നൽകണം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സഭാ സമിതിയാണ് കാന്റർബറി ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കുന്നത്. പ്രധാനമന്ത്രി ഇത് രാജാവിന് കൈമാറും. രാജാവാണ് ഔദ്യോഗികമായി നിയമനം പ്രഖ്യാപിക്കുന്നത്. 2026 ജനുവരിയിൽ സാറാ മല്ലലിയുടെ തെരഞ്ഞെടുപ്പ് വീണ്ടും സ്ഥിരീകരിക്കും. ഇതിനുശേഷമാണ് സ്ഥാനാരോഹണം. ആംഗ്ലിക്കൻ സഭാധ്യക്ഷയും കാന്റർബറി ആർച്ച് ബിഷപ്പുമായി നിയമിക്കപ്പെട്ട സാറാ മല്ലലിക്ക് ക്രൈസ്തവ ഐക്യ പരിപോഷണത്തിനായുള്ള വത്തിക്കാൻ വിഭാഗ അധ്യക്ഷൻ കർദിനാൾ കുർത്ത് കോഹ് ആശംസകൾ നേർന്നു. ആംഗ്ലിക്കൻ സഭയും കത്തോലിക്ക സഭയും തമ്മിൽ 60 വർഷമായി നടന്നുവരുന്ന ദൈവീജ്ഞാനീയ സംഭാഷണത്തിലെ പുരോഗതി കർദിനാൾ കോഹ് തന്റെ ആശംസാ സന്ദേശത്തിൽ അനുസ്മരിച്ചു.